സച്ചിൻ വള്ളിക്കാട് കൂടി പാലക്കാട് നിന്നും ചേരുകയാണ്. സച്ചിൻ, വലിയ പ്രതിഷേധം MLA ഓഫീസിലേക്കൊക്കെ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ റീത്ത് വെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വന്നിരുന്നു. സച്ചിൻ, അല്പം മുമ്പ് ത്രിപാൻ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ ഒരു വലിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായും സത്യം ജയിക്കുമെന്നുള്ള പോസ്റ്റൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും അദ്ദേഹം മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന്. പക്ഷേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ഇട്ട് പുള്ളി MLA ഓഫീസും പൂട്ടി മുങ്ങുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണോ അവിടെ ഉണ്ടാകുന്നത്? തീർച്ചയായും അസിത, അത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസിലേക്ക് അല്പസമയം മുൻപ് നടന്നിട്ടുള്ളത്. പ്രധാനമായും DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ഇപ്പോൾ MLA ഓഫീസിന് മുന്നിലേക്ക് വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം നടന്നിട്ടുള്ളത്. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു പ്രതിഷേധം. ശക്തമായ രീതിയിൽ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം BJPയുടെ നേതൃത്വത്തിലും പാലക്കാട് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഉറച്ച നിലപാടിലൂടെ പറഞ്ഞത് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. അതുപോലെ തന്നെ കേരളത്തിന് അപമാനമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനാൽ തന്നെ ശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം തുടരും എന്ന കാര്യം തന്നെയാണ് DYFIയുടെ നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം യുവതിയുടെ ശബ്ദ സന്ദേശങ്ങളും അതേപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ അതിനൊന്നും വിലവെക്കാതെ ഒരു കൂസലുമില്ലാതെ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. തൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ മറ്റ് ആളുകളൊന്നും തന്നോട് പ്രചരണത്തിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല എന്ന കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ ആരോപണം വന്നാൽ അതിനെതിരെ കേസെടുക്കണം, അതേപോലെ തന്നെ പോലീസ് എന്തേ കേസെടുക്കാത്തത് തുടങ്ങിയ വലിയ രീതിയിലുള്ള വീരവാദങ്ങൾ മുഴക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന സൂചന ലഭിച്ചതിനാൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും ഓഫീസ് അടക്കം പൂട്ടിക്കൊണ്ട് മുങ്ങിയിരിക്കുന്നത്. രാഹുലിൻ്റെ ഒപ്പമുള്ള ആളുകളെയൊക്കെ വിളിച്ചിരുന്നു. എന്നാൽ പോലും രാഹുലിൻ്റെ ആളുകൾ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ തരികയോ മറ്റ് കാര്യങ്ങളൊന്നും കൈമാറിയിട്ടില്ല. രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പാലക്കാട് ഇന്ന് അരങ്ങേറിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് DYFIയുടെയും BJPയുടെയും സമരവും പാലക്കാട് MLA ഓഫീസിലേക്ക് നടന്നിട്ടുള്ളത്. അസിത, ശരി സച്ചിൻ, വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികം കൂടിയാണ്. ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഈ നിലയിലുള്ള ഇടപെടൽ ആരും പ്രതീക്ഷിക്കുന്നതല്ല. അത് തെളിവുകൾ സഹിതം പുറത്തു വരുന്നു. പരാതിയായി തന്നെ അതിജീവിതമാർ രംഗത്ത് വരുന്നു എന്നത് ഗുരുതര സാഹചര്യം തന്നെയാണ്.